സ്പൈസസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ മാംഗോ കേസരിയാണ്. നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. ഫ്രണ്ട്സ്, അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി. അപ്പോൾ വേഗം തന്നെ നമുക്കിനി വീഡിയോ കാണാം. അപ്പോൾ ഈ മാംഗോ കേസരി തയ്യാറാക്കാനായിട്ട് നമുക്ക് നല്ല പഴുത്തിട്ടുള്ള നാരുകൾ അധികം ഇല്ലാത്ത മാങ്ങയാണ് നല്ലത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ച് നമുക്കിതിൻ്റെ പ്യൂരി എടുത്ത് വെക്കണം. 1 കപ്പ് പ്യൂരിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊന്നും ആദ്യം തന്നെ റെഡിയാക്കി വെക്കാം. അപ്പോൾ മാങ്ങ ഇതേപോലെയൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്കൊരു പാൻ ഒന്ന് വെച്ച് ചൂടാക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുകയോ ചെയ്യാം. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ചൊന്ന് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് രണ്ടും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിനി ഇത് കോരി മാറ്റാം. അടുത്തായിട്ട് നമുക്ക് ഇതേ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 6-7 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഈ റവ നമ്മൾ വറുത്തെടുക്കുന്നത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേസരി തന്നെ കിട്ടും. മണലൊക്കെ മാതിരി നമുക്ക് ഉതിർന്ന് കിടക്കുന്ന അതേപോലത്തെ കേസരി ആയിരിക്കും. നല്ല വായിൽ വെച്ചാൽ നമുക്ക് അലിഞ്ഞിറങ്ങുന്ന പോലെ അതേപോലെ, അല്ലാതെ ഒരു കുഴാന്ന് മാതിരി ആയിരിക്കും അതല്ലെങ്കിൽ നമുക്ക് കേസരി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല കേസരി ആയിരിക്കും. അപ്പോൾ റവ ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കളർ ഒട്ടും തന്നെ മാറിയിട്ടില്ല, എന്നാൽ നന്നായിട്ട് റവ മൂത്തിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇതാ ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്കൊരു പാനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതേ സെയിം കപ്പിൽ തന്നെ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം, റിഫൈൻഡ് ഓയിൽ. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 2 നുള്ളു ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന ഈ വെള്ളം ഇതേപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റവ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വരണം. അപ്പോൾ അതിന് ശേഷമാണ് റവ ഇടാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. അതിലേക്ക് നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ നന്നായിട്ട് തന്നെ കുറച്ച് വയ്ക്കുക. അതിന് ശേഷം കൈ എടുക്കാതെ തന്നെ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടിരിക്കുക. അങ്ങനെ അപ്പോൾ റവയിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതേപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 2-3 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ റവയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു 3 മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതപ്പോൾ റവ നല്ല കറക്റ്റായിട്ട് നമുക്ക് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് റവ ഇരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ആയിരിക്കണം നമുക്ക് കേസരി എല്ലാം ചെയ്യുമ്പോൾ റവ. അടുത്തായിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1 കപ്പ് പഞ്ചസാര തന്നെ മതിയാവും. നമ്മളിപ്പോൾ സാധാരണ നമ്മൾ കേസരി തയ്യാറാക്കുമ്പോൾ ഒരു 1.25 കപ്പോളം നമുക്ക് പഞ്ചസാര വേണം. ഇതിപ്പോൾ മാങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മാങ്ങ നല്ല സ്വീറ്റുമാണ്. അപ്പോൾ നമുക്ക് 1 കപ്പ് പഞ്ചസാര മതിയാവും. ഇനി ഈ പഞ്ചസാര ഇതിൽ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. നമ്മൾ റവ കുക്കാവുന്നതിന് മുന്നേ നമ്മൾ പഞ്ചസാര ചേർക്കാൻ പാടില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് റവ വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതപ്പോൾ നന്നായിട്ടൊന്ന് പഞ്ചസാര മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ മാംഗോയുടെ പ്യൂരി എടുത്ത് വെച്ചിട്ടുണ്ട്, 1 കപ്പ് പ്യൂരി. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളിപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഏലക്കാപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് എസൻസ് ഒന്നും വേറെ ചേർക്കുന്നില്ല. ഒരു മാംഗോയുടെ ടേസ്റ്റ് തന്നെയാണ് നമുക്കിതിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ നമ്മുടെ കേസരി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കേസരി റെഡി ആയി കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മാംഗോ കേസരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.